ഹലോ, ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ. നമുക്ക് ഇന്നത്തെ ലഞ്ച് എന്താണെന്ന് കണ്ടാലോ? അപ്പോൾ ഇന്നിവിടെ വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആവോലിയാണ്, ഫിഷ് ആവോലിയാണ്. അപ്പോൾ അതിവിടെ വറക്കാൻ വേണ്ടിയിട്ട് മേടിച്ചു, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തില്ല, ഫുള്ളായിട്ട് മേടിച്ചു. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഒരു മസാല ഉണ്ടാക്കാം. ഒരു 4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് പെരിഞ്ജീരകപ്പൊടി അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി. ഞാൻ ഗരം മസാലപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. ഒരു സ്പൂൺ ഇട്ടാൽ മതി, 1 ടീസ്പൂണാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് നല്ലപോലെ പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിച്ച് ഇത് കുഴച്ചൊരു പേസ്റ്റാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിക്കാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കാം. കണ്ടോ ഇതുപോലെ നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതുപോലെ വേറൊരു ടൈപ്പ് അരപ്പ് കൂടെ ഞാൻ ചെയ്യാറുണ്ട്. അത് ഞാൻ ഇനി ചെയ്യുമ്പോൾ കാണിക്കാവേ. ഓക്കെ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിൽ ഉപ്പൊക്കെ നോക്കും കേട്ടോ. കാരണം ഞാൻ മീൻ കഴിക്കാത്തതുകൊണ്ട് ഇങ്ങനെ അരപ്പുണ്ടാക്കിയിട്ട് ഇതിൽ നമ്മൾ ഉപ്പ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. ഓക്കെ. ഇപ്പോൾ നമ്മൾ വിനാഗിരി അല്ലെങ്കിൽ പുളി ചേർക്കുന്നതുകൊണ്ട് അതിന് കണക്കിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഓക്കെ. ഇനി ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് നമുക്ക് മസാല പുരട്ടി കൊടുക്കാം. ഞാനിത് ഓൺലൈനിൽ നിന്നാണ് മേടിക്കുന്നത്. ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അവരിൽ നിന്നാണ് മേടിക്കുന്നത്. അവരെനിക്ക് ഞാൻ പറയുന്ന പോലെ കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുതരും. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കില്ല. എന്നാലും ഒന്നുകൂടെ ഞാൻ കഴുകി എടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ പുരട്ടിയെടുക്കണം. കൈവച്ച് പുരട്ടാൻ പറ്റുന്നവർക്ക് കൈവച്ച് പുരട്ടാം. ഞാൻ ഈ സ്പൂണ് കൊണ്ട് പിന്നെ വരഞ്ഞതിൻ്റെ വിടവിലെല്ലാം ഞാൻ തേച്ച് പിടിപ്പിക്കാറുണ്ട്. എങ്ങനെ കൈകൊണ്ട് തൊടാതിരിക്കാം എന്നുള്ളതാണ് ഞാൻ മാക്സിമം നോക്കി വെച്ചേക്കുന്നത്. അപ്പം അത് കഴിക്കുന്നവർക്ക് അത് വിഷയമല്ല. അവർക്ക് നല്ലപോലെ കൈ കൊണ്ട് അതിൻ്റെ ഇടയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് ചെയ്തെടുക്കാം. പക്ഷേ ഇത് ഞാൻ എന്തായാലും അതിൻ്റെ ഇടയിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എല്ലാവരും പറയാറുണ്ട് കൈ കൊണ്ട് ചെയ്താലേ ശരിയാവുമെന്ന്. ഇല്ല, ഞാൻ അല്ലാതെ തന്നെ ഞാൻ നല്ലപോലെ ചെയ്തെടുക്കാറുണ്ട്. ഓക്കെ. നല്ലൊരു മസാലയാണ് കേട്ടോ. ഈ മസാല ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ. അപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തായിട്ട് വേറൊരു കറി വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു പപ്പായ കിട്ടി. അപ്പോൾ പപ്പായ കൊണ്ട് ഞാനൊരു പുളിങ്കറി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് ജേട്ടൻ കഴിക്കില്ല. അപ്പോൾ ജേട്ടന് ഒരു വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ട്, മീനുണ്ട്, പിന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പിന്നെ ഇതുണ്ടായിരുന്നു, എന്താണ്, ചീമച്ചക്ക കൂട്ടുകറി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ പപ്പായ എനിക്ക് വേണ്ടി വെക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. അതിന് നമ്മളൊരു ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വാളംപുളി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കായപ്പൊടിയാണ്. കായപ്പൊടി കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ. പിന്നെ ഇതിൽ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ടിടാം. ഓക്കെ. ഞാനിവിടെ ഒരു 4 ചെറിയ ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. മറ്റേതൊരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ചെറിയ ചട്ടിയായിപ്പോയി. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ബാക്കി അത് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഒന്ന് താഴുമല്ലോ, അപ്പം നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ജേട്ടനിങ്ങനെ മീനൊക്കെ ഉള്ള സമയത്ത് ചില സമയത്ത് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കും. ചിലപ്പോൾ ഉള്ളത് മതി എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും. ഓക്കെ. ഇതിനെ അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് വേവാൻ വയ്ക്കാം. ഓക്കെ. ഇതിപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ചട്ടി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട്. കാരണം നമ്മൾ അടുപ്പിൽ വെക്കുന്ന പോലെയല്ല ഗ്യാസിൽ വെക്കുമ്പോൾ. ഓക്കെ. അപ്പോൾ ഞാനിതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. കാരണം നമ്മൾ പുളി പിഴിഞ്ഞൊഴിച്ചപ്പോൾ ഇച്ചിരി വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ ഒരുപാട് പുളി കഴിക്കുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പുളിയേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ. കണ്ടോ, ഇത് നല്ല തിളച്ച് ഒന്ന് വെന്തപ്പോൾ ഒന്ന് താന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ കടുക് വറുത്തിട്ട് കൊടുക്കാം. ഓക്കെ. നമ്മളൊരു പാൻ വെച്ചു. അത് ചൂടായി വന്ന സമയത്ത് വെളിച്ചെണ്ണ ഇടുന്നതാണ് എപ്പോഴും ബെസ്റ്റ് കേട്ടോ ഇതിന്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 വറ്റൽമുളക് ഇട്ടു. അതുപോലെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. കടുക് നല്ല പൊട്ടി വരുന്ന സമയത്ത് 2 മണി ഉലുവ. ഓക്കെ. ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് ചെയ്യുന്ന സമയത്ത് നല്ല മണമാണ് കേട്ടോ. നല്ലൊരു മണം കിട്ടും. അതിനുശേഷം ഇവിടെ കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്. ഓക്കെ. കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞ് നമ്മൾ സവാള ഇടുന്നതിനേക്കാളും ടേസ്റ്റും മണവും കൊച്ചുള്ളി ഇടുന്ന സമയത്താണ്. ഓക്കെ. അപ്പോൾ നമ്മളവിടെ കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇതിന് ശരിയായിട്ട് പറഞ്ഞാൽ ഇത് കടുവർക്ക് ആദ്യം നമ്മൾ കടുകിടുന്ന കൂട്ടത്തിൽ കുറച്ച് ഉഴുന്നുപരിപ്പ് ഇടുന്നത് നല്ലതാണ്. ഞാൻ ഇടാൻ മറന്നുപോയി. അതുകൊണ്ട് പിന്നെ എനിക്ക് വേണ്ടി മാത്രം ആയതുകൊണ്ട് പിന്നെ ഞാൻ രണ്ടാമതൊന്നും ചെയ്യാൻ പോയില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ഓക്കെ, നമ്മുടെ പണി കഴിഞ്ഞു. കണ്ടില്ലേ, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പപ്പായ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇത് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് വിളമ്പുന്ന സമയത്ത് എടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ആ കറി കഴിഞ്ഞു. ഇനി അടുത്തത് മീൻ വറുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം വച്ച സമയത്തുള്ള തുടങ്ങിയപ്പോൾ ഉള്ള വീഡിയോ കട്ടായിപ്പോയി. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാവരും പറയാറുണ്ട് ഇരുമ്പ് ചട്ടിയിലിട്ട് കഴിഞ്ഞാൽ ഇളക്കിയെടുക്കാൻ പാടാണ്, ഒട്ടിപ്പിടിക്കും. നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല പോലെ നമ്മുടെ നോൺ സ്റ്റിക്ക് പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, നല്ല മുരിഞ്ഞും കിട്ടും. മറ്റേ നോൺ സ്റ്റിക്കിലൊക്കെ ചെയ്യുന്നതിനേക്കാളും നല്ലപോലെ മുരിഞ്ഞ് കിട്ടും ഇരുമ്പ് ചട്ടിയിൽ ചെയ്താൽ. അപ്പം കുറച്ച് ഏത് മെഴുക്കുവരട്ടിയായാലും അല്ലേ, നമ്മുടെ വെജിറ്റബിൾ മെഴുക്കുവരട്ടിയൊക്കെ ആയാലും ഇരുമ്പ് ചട്ടി ചെയ്യുമ്പം ഒരു മണം വ്യത്യാസമാണ്. അപ്പോൾ ഇത് കുറേ നാളുകൊണ്ട് ചേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് ആവോലി വാങ്ങിക്കണം. അപ്പോൾ ഇന്ന് പെട്ടെന്ന് അത് കാണുകയും ചെയ്തു, അത് വാങ്ങിക്കുകയും ചെയ്തു. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഊണാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ചേട്ടന് വിളമ്പിയ ഇതാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ എങ്ങനെയുണ്ട് എന്നുള്ളത് ചേട്ടൻ പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇതെന്തായാലും നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. മീനും നല്ലതാണ്, അതുപോലെ ഇതിൻ്റെ അരപ്പ് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് ചേട്ടൻ്റെ ഊണെന്ന് പറയുന്നത്. പിന്നെ ഒഴിക്കാനായിട്ട് പിന്നെ ചീമച്ചക്ക കൂട്ടുകറിയുണ്ട്. ഓക്കെ, അത് രാവിലെ ഞാൻ ഇഡ്ഡലിക്ക് വെച്ചതാണ്. അപ്പോൾ എന്നോട് അത് മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും വയ്ക്കാൻ പോയില്ല. അപ്പോൾ എനിക്ക് പപ്പായ പുളിങ്കറി ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ഒന്നും വയ്ക്കാൻ പോയില്ല. കണ്ടോ, ഇതാണ് അപ്പോഴത്തെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.